കീം പ്രവേശന പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. ഇക്കൊല്ലം പ്രവേശന നടപടികളിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പുതുക്കിയ റാങ്ക് പട്ടിക പ്രകാരം പ്രവേശനം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. സർക്കാർ അപ്പീൽ നൽകാത്തതാണ് തിരിച്ചടിയായതെന്ന് ഹർജിക്കാർ ആരോപിച്ചു. സർക്കാരായിരുന്നു അപ്പീൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായും മറ്റൊരു ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടായേനെ. കാര്യം സർക്കാർ ഒരു അപ്പീലുമായിട്ട് വരികയും സർക്കാരുടെ പോളിസി വിഷയത്തിൽ നയപരമായ തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടുവെന്നും മാത്രമല്ല നയപരമായ തീരുമാനം ആരെയും അനീതി കാണിക്കുന്നില്ലെന്നും മറിച്ച് ഉണ്ടായിരുന്ന അനീതി റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ആ നയപരമായ തീരുമാനമെന്നും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞതെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു തീരുമാനമായിരുന്നു ഇന്ന് കോടതിയിൽ നിന്നുണ്ടാവേണ്ടത്. സമയം ലേറ്റായി എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കോടതിയും പറയുന്നത്. ഇനി ഇതിൽ അൺസർട്ടിനിറ്റിയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ഒരു വർഷം കൂടെ സർക്കാർ വിദ്യാർത്ഥികൾ എന്തിട്ട് ഈ ഒരു അനീതി കാണട്ടെ അല്ലെ സഹിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ പുറകിൽ. അതായത് നമ്മൾ ചെയ്യുന്നൊരു പണി എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുക, എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുക എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫോർമുല എന്താണ് പ്രോസ്പെക്ടസ് തന്നെ വന്നേനെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു.